ഹായ്. പെഗ് റേഷ്യോ എന്താണെന്നാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഞാൻ ഇങ്ങനത്തെ റേഷ്യോസ് അധികം നോക്കുന്ന ഒരാളല്ല. പക്ഷേ പെഗ് റേഷ്യോ, അതേപോലെ PE റേഷ്യോ, കറന്റ് റേഷ്യോ, ക്വിക്ക് റേഷ്യോ അങ്ങനത്തെ വളരെ കുറച്ച് റേഷ്യോസ് ആണ് ഇങ്ങനത്തെ ഞാൻ നോക്കാറുള്ളത്. അതിൽ തന്നെ PE റേഷ്യോയും പെഗ് റേഷ്യോയും ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സ് ആണ്. അപ്പോൾ PE റേഷ്യോ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒരു 5-6 വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് മാർക്കറ്റ് ക്യാപ്പ് ഡിവൈഡ് ബൈ അവരുടെ നെറ്റ് പ്രോഫിറ്റ് ആണ്. അതായത് പ്രോഫിറ്റ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് അതിന്റെ വാല്യൂഷൻസ് കുറവായിക്കൊണ്ടേയിരിക്കും. അതേപോലെ പെഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ PEG റേഷ്യോ ആണ്. PE ടു ഗ്രോത്ത് റേഷ്യോ. പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം PE ഡിവൈഡഡ് ബൈ ഗ്രോത്ത്, G എന്ന് പറഞ്ഞാൽ ഗ്രോത്ത്. PE ടു ഗ്രോത്ത് റേറ്റ് ആണ് ഈ പെഗ് റേഷ്യോ എന്ന് പറയുന്നത്. നോർമലി നമുക്ക് PE റേഷ്യോ മാത്രം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കമ്പനി കൂടുതൽ വാല്യുബിൾ ആണോ, നമുക്ക് അഫോർഡബിൾ ആണോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതായത് ഇപ്പോൾ 40 PE ഉള്ള ഒരു കമ്പനി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ PE റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ മീനിങ് അറിയാമല്ലോ. 40 PE എന്ന് പറഞ്ഞാൽ ₹1 ലാഭം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ₹40 കൊടുത്ത് മേടിക്കുന്നു. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു വർഷം ₹1 ലാഭം, അടുത്ത വർഷം വീണ്ടും ₹1 ലാഭം, അങ്ങനെ നമ്മുടെ ₹40 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് തിരിച്ചു കിട്ടാനായിട്ട് 40 വർഷം എടുക്കും എന്നാണ് അതിന്റെ മീനിങ്. പക്ഷേ നോർമലി കമ്പനികൾ ഗ്രോ ചെയ്യുന്നതുകൊണ്ട് തന്നെ അടുത്ത വർഷം ₹1 ആയിരിക്കില്ല ഇതിന്റെ ലാഭം. ചിലപ്പോൾ ₹1.5 ₹2 100% ഗ്രോ ചെയ്യുന്ന കമ്പനിയാണ് ₹2. സോ ആ രീതിയിൽ ഇത് കൂടും. അതിന് ഇപ്പോൾ ₹2 ആയി കഴിഞ്ഞാൽ ഇവരുടെ PE റേഷ്യോ 20 ആയിട്ട് കുറയും, 40 എന്നുള്ള 20 ആയിട്ട് കുറയും. കാരണം പ്രോഫിറ്റ് ഡബിൾ ആയി. അങ്ങനെ സംഭവിക്കുമ്പോൾ അടുത്ത 20 വർഷം കൊണ്ട് ഇത് ഡബിൾ ആകും. അല്ലെങ്കിൽ നമ്മൾ ₹1 ലാഭത്തിന് വേണ്ടി ₹20 കൊടുത്തൊരു കമ്പനി മേടിക്കുന്ന പോലത്തെ അവസ്ഥയിലെത്തും. സോ ഈ ഗ്രോത്ത് ഒരു ഫാക്ടർ ആണെന്നുള്ള കാര്യം തന്നെ നമുക്ക് മനസ്സിലാവും. PEയുടെ കൂട്ടത്തിൽ നല്ല ഗ്രോ ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ PE റേഷ്യോ കുറയും, അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് അഫോർഡബിൾ ആവും, വാല്യുവേഷൻ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് PE റേഷ്യോനെ എപ്പോഴും ഗ്രോത്തുമായിട്ട് കമ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പെഗ് റേഷ്യോ യൂസ് ചെയ്യുന്നത്. പെഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു PE ഡിവൈഡഡ് ബൈ ഗ്രോത്ത്. ഇപ്പോൾ ഒരു 40 PE ഉള്ള കമ്പനി, ആ കമ്പനിയുടെ സെയിൽസ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 20 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ സെയിൽസ് ഗ്രോത്ത് 20, അത് പെഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 2 എന്ന് കിട്ടും. അതേപോലെ ഒരു കമ്പനിയുടെ സെയിൽസ് ഗ്രോത്ത് 40 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 40 PE ഡിവൈഡ് ബൈ 40 അന്ന് പറഞ്ഞാൽ 1 എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ 20 സെയിൽസ് ഗ്രോത്ത് ഉണ്ടായിരുന്ന കമ്പനിയുടെ പെഗ് റേഷ്യോ 2 ആണ്. 40 സെയിൽസ് ഗ്രോത്ത് ഉള്ള കമ്പനിയുടെ പെഗ് റേഷ്യോ 1 ആണ്. ഈ ഒരു കമ്പനി 80 സെയിൽസ് ഗ്രോത്ത് 80% ഉണ്ടായിരിക്കും. അപ്പോൾ 40 PE ഡിവൈഡ് ബൈ 80 0.5 എന്ന് കിട്ടും. അതായത് 80% ഗ്രോ ചെയ്യുന്ന കമ്പനിക്ക് 0.5 ആണ് പെഗ് റേഷ്യോ. അതായത് സെയിൽസ് ഗ്രോത്ത് കൂടുന്നതിനനുസരിച്ച്, ഡിനോമിനേറ്റർ ആണല്ലോ ഗ്രോത്ത്, PE ഡിവൈഡ് ബൈ ഗ്രോത്ത് ആണല്ലോ, ഗ്രോത്ത് കൂടുന്നതിനനുസരിച്ചിട്ട് കമ്പനിയുടെ പെഗ് റേഷ്യോ കുറഞ്ഞുകൊണ്ടിരിക്കും. PE റേഷ്യോയും അതേപോലെ തന്നെ സെയിൽസ് ഗ്രോത്തും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ പെഗ് റേഷ്യോ 1 ആയിരിക്കും. അപ്പോൾ പെഗ് റേഷ്യോ 1 അതിൽ താഴെ വരിക എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ PEയുടെ മുകളിലായിരിക്കും. PE കഴിഞ്ഞ് മുകളിൽ. ഇപ്പോൾ 40 PE ഉള്ള കമ്പനിക്ക് 80 സെയിൽസ് ഗ്രോത്ത് ഉള്ളപ്പോഴാണ് അതിന്റെ 0.5 എന്ന് പറയുന്നത്. സോ ആ രീതിയിൽ പെഗ് റേഷ്യോ 1 അതിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന്റെ PE റേഷ്യോനെ കഴിഞ്ഞ് മുകളിലാണ് കമ്പനിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഹൈ ഗ്രോത്ത് ഉള്ള ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ PE വീണ്ടും കമ്പനി കൂടുതൽ അഫോർഡബിൾ ആവുകയും വാല്യൂഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ആദ്യം നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ PE റേഷ്യോ 2 ആണ് 20 സെയിൽസ് ഗ്രോത്ത് ഉള്ള കമ്പനിക്ക്. അതിനർത്ഥം അവരുടെ പെഗ് റേഷ്യോ PE റേഷ്യോ എന്ന് പറയുന്നത് സെയിൽസ് ഗ്രോത്തിന്റെ ഡബിൾ ആണ്. സെയിൽസ് ഗ്രോത്ത് 20 ആയിരുന്നു, അതിന്റെ ഡബിൾ ആണ് PE റേഷ്യോ എന്ന് പറയുന്നത്. അതായത് കമ്പനിയുടെ PE റേഷ്യോ എന്ന് പറയുന്നത് ഗ്രോത്തിന്റെ ഇരട്ടിയാണ് നമുക്കത് മനസ്സിലാക്കാം. അത് കൂടുതൽ എക്സ്പെൻസീവ് ആണ്, നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നത് നമ്മൾ ഒരേ PEയിൽ കിടക്കുന്ന കമ്പനികൾ നോക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരേ സെക്ടറിൽ നിന്നുള്ള കമ്പനികൾ നോക്കുമ്പോഴും നമുക്ക് ഏകദേശം ഒരേ PEയിൽ വരുമ്പോഴത്തേക്കും നമുക്കൊരു കൺഫ്യൂഷൻ വരും, ഏത് കമ്പനിയാണ് ബെറ്റർ എന്നുള്ളത്, അല്ലെങ്കിൽ ഏത് കമ്പനി ചൂസ് ചെയ്യണം എന്നുള്ള ഒരു ഡൗട്ട് വരുമ്പോൾ നമുക്ക് ഈ പെഗ് റേഷ്യോയുടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഫ്യൂച്ചറിൽ ഈ ഏത് കമ്പനിയുടെ വാല്യൂഷനാണ് കൂടുതൽ നമുക്ക് കുറഞ്ഞു കിട്ടാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ കുറച്ചുകൂടെ നല്ല വാല്യൂഷനിൽ അവൈലബിൾ ആകുന്ന കമ്പനിയാണ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതാണ് ഈ പെഗ് റേഷ്യോ. അപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഈ തിയറി ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് ഒരു ധാരണ ഉണ്ടായാൽ മതി. നമുക്കൊരു കമ്പനി കാണുമ്പോൾ അതിന്റെ PE റേഷ്യോയും അതിന്റെ സെയിൽസ് ഗ്രോത്തും കാണുമ്പോഴത്തേനും ഓക്കെ, ഇത് അതിന്റെ PEയുടെ പകുതിയുള്ള സെയിൽസ് ഗ്രോത്ത്, അല്ലെങ്കിൽ PEയുടെ മുകളിലുണ്ട് സെയിൽസ് ഗ്രോത്ത്, അപ്പോൾ അത് കുറച്ചുകൂടെ നല്ല വാല്യൂഷനിൽ ഫ്യൂച്ചറിൽ കിട്ടാൻ സാധ്യതയുള്ള കമ്പനിയാണെന്ന് നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റിയാൽ മതി. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളൊരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് പെഗ് റേഷ്യോനെ പറ്റിയിട്ട് അതേപോലെ PE പറ്റിയിട്ടൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കുറച്ച് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളിപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും നിങ്ങളിങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്കിന്റെ ഈ പറഞ്ഞ പോലെ PE റേഷ്യോനെയും അതേപോലെ അവരുടെ സെയിൽസ് ഗ്രോത്തിനോട് കമ്പയർ ചെയ്ത് നോക്കുക. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോക്കുകളെ പറ്റിയിട്ട് ഒരു ധാരണ വരും. നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്ത് ഒരു ശീലം ആവാൻ സാധ്യതയുണ്ട്. കൂടുതലായിട്ട് നമുക്ക് പെഗ് റേഷ്യോനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ടതിന്റെ കയ്യിൽ സ്റ്റോക്കുകളൊക്കെ എക്സാമ്പിൾ കിട്ടുമ്പോൾ ഞാനത് പറയാം. അതേപോലെ ആർട്ട് ആൻഡ് സ്റ്റേഷനറി സെക്ടറിലുള്ള കമ്പനികളെ പറ്റിയിട്ട് ബിസിനസ് അനാലിസിസ് ഈ വീക്കിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നാളെ തൊട്ട് നമുക്ക് ഓരോ കമ്പനികളുടെ വീഡിയോ ഞാൻ ചെയ്യാം. നാളെ ഇപ്പോൾ ഫ്ലെയറിന്റെ ചെയ്യാം, ഫ്ലെയർ റൈറ്റിംഗിന്റെ. സോ താല്പര്യമുള്ളവർക്ക് ഇന്ന് വൈകിട്ടൊക്കെ ആയിട്ടാണല്ലോ ആ കമ്പനി ഒന്ന് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നാളെ നമുക്ക് ചെയ്യുമ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും കമ്പനിയെ ട്രാക്ക് ചെയ്യാനായിട്ട്. അതിനുശേഷം നമുക്ക് ഡോംസും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ലിങ്കിൻ്റെ ചെയ്യാം. സോ ആ രീതിയിൽ നമുക്ക് ചെയ്തു പോകാം. ഈ ആഴ്ചയിൽ ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് എല്ലാ കമ്പനികളും ഇങ്ങനെ ചെയ്ത് പോകാം. നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോയിൽ കാണാം.